NRI വാർത്തകൾ. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്കുള്ള ബാഗേജ് അലവൻസ് വെട്ടിക്കുറച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. സൗജന്യ ലഗേജ് പരിധി 30 കിലോയിൽ നിന്ന് 20 കിലോയായാണ് കുറച്ചത്. ആഗസ്റ്റ് 19 ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കാണ് പുതിയ ബാഗേജ് പരിധി ബാധകമാകുക. UAE ഒഴികെ മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് അനുവദിക്കുന്ന ലഗേജ് പരിധി കുറച്ചിട്ടില്ല. 7 കിലോ വരെ ഹാൻഡ് ബാഗേജ് കൊണ്ടുപോകാം. അധിക ബാഗേജ് കൊണ്ടുപോകണമെങ്കിൽ പണം നൽകണം. ടിക്കറ്റ് നിരക്ക് വർധന മൂലം വലയുന്ന മലയാളികൾക്ക് കനത്ത തിരിച്ചടിയാണ് പുതിയ തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ രഹിത പ്രവേശനം പ്രഖ്യാപിച്ച ശ്രീലങ്ക. ഒക്ടോബർ 1 മുതൽ വിസയില്ലാതെ ശ്രീലങ്കയിൽ പ്രവേശിക്കാം. 6 മാസത്തേക്കാണ് ശ്രീലങ്ക വിസരഹിത പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ഇന്ത്യ, ചൈന, റഷ്യ, മലേഷ്യ, ജപ്പാൻ, ഇന്തോനേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് പൈലറ്റ് പ്രോജക്ടിന്റെ ഭാഗമായി 2024 മാർച്ച് വരെ വിസരഹിത പ്രവേശനം അനുവദിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ശ്രീലങ്കൻ ക്യാബിനറ്റ് സൗജന്യ വിസ അനുവദിച്ചത്. വിസ ഓൺ അറൈവൽ ഫീസ് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയാണ് ശ്രീലങ്കയുടെ തീരുമാനം. ഒരു വിദേശ കമ്പനിയാണ് ഈ വിസ നടപടികൾ കൈകാര്യം ചെയ്തത്. ഈ വിവാദങ്ങൾക്കിടയിലും സന്ദർശകർക്ക് 30 ദിവസത്തെ അറൈവൽ വിസ ലഭിക്കുന്നതിന് $50 ഫീ സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. ടൂറിസം വ്യവസായത്തിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്താൻ സഹായിക്കുക എന്നതാണ് വിസാരഹിത പ്രവേശനത്തിന് പിന്നിലെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എണ്ണ ഇതര കയറ്റുമതിയിൽ കുതിപ്പുമായി സൗദി അറേബ്യ. എണ്ണ ഇതര കയറ്റുമതി ജൂണിൽ 7.3% വർദ്ധിച്ചു. 21.59 ബില്യൺ റിയാലാണ് എണ്ണ ഇതര കയറ്റുമതി വർദ്ധിച്ചത്. കെമിക്കൽ അനുബന്ധ ഉൽപ്പന്നങ്ങളാണ് കൂടുതലും കയറ്റുമതി ചെയ്തതെന്ന് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. മൊത്തം ഔട്ട്ബൗണ്ട് കയറ്റുമതിയുടെ 27.7% ഇതായിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിലേക്കാൾ 3.8% വർദ്ധിച്ചു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി 25.7%. സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനുള്ള വിഷൻ 2030 തന്ത്രത്തിന്റെ പ്രധാന ഭാഗമായാണ് എണ്ണ ഇതര കയറ്റുമതി വർദ്ധിപ്പിക്കുന്നത്. എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, വ്യാവസായിക വളർച്ച വർദ്ധിപ്പിക്കുക, കൂടുതൽ പ്രതിരോധശേഷിയുള്ള സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നിവയാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബിസിനസ് സ്റ്റുഡിയോ സൗകര്യമൊരുക്കി ഒമാൻ എയർ. സെപ്റ്റംബർ 9 മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഒമാൻ എയർ ചില റൂട്ടുകളിൽ ഫസ്റ്റ് ക്ലാസ് ക്യാബിനുകൾക്ക് പകരമായാണ് ബിസിനസ് സ്റ്റുഡിയോ അവതരിപ്പിക്കുന്നത്. മികച്ച ബിസിനസ് ക്ലാസ് സൗകര്യങ്ങളാണ് ഇതിലുണ്ടാകുക. എന്നാൽ ടിക്കറ്റിന് വലിയ തുക ഈടാക്കില്ല. വിശാലമായ ക്യാബിൻ ലേഔട്ട്, ക്ലാസിക് ലൈവ് ഫ്ലാറ്റ് സീറ്റുകൾ, സൗജന്യ വൈഫൈ കണക്ടിവിറ്റി എന്നിവ ഉണ്ടായിരിക്കും. ഒമാൻ എയറിന്റെ വെബ്സൈറ്റ് മുഖേന ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ലണ്ടൻ, ബാങ്കോക്ക് റൂട്ടുകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ ബിസിനസ് സ്റ്റുഡിയോ അവതരിപ്പിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിയാദ് മെട്രോയുടെ പ്രവർത്തനം ഈ വർഷം ആരംഭിക്കും. പ്രതിദിനം 1.2 മില്യൺ ആളുകൾ യാത്ര ചെയ്യുമെന്നാണ് പ്രതീക്ഷ. റിയാദ് സിറ്റി റോയൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പോലെ മെട്രോ ഈ വർഷം പ്രവർത്തന സജ്ജമാകുമെന്ന് ഗതാഗത ലോജിസ്റ്റിക്സ് സേവന മന്ത്രി സാലിഹ് അൽ ജാസർ പറഞ്ഞു. ആഗോളതലത്തിൽ ഒറ്റഘട്ടത്തിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ മെട്രോ പദ്ധതിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 176 കിലോമീറ്റർ ദൈർഘ്യമുള്ള 6 ലൈനുകളും വിശാലമായ നഗരത്തിലുടനീളമുള്ള 84 സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നതാണ് റിയാദ് മെട്രോ. പുതിയതായി ആരംഭിച്ച ലോജിസ്റ്റിക്സ് സോൺ വിതരണ ശൃംഖലയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നു. പ്രതിവർഷം 2 ലക്ഷം സ്റ്റാൻഡേർഡ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന പദ്ധതിയാണ്. 2500-ലധികം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ. മേഴ്സ് കമ്പനി 130 കോടി റിയാൽ ചെലവഴിച്ചാണ് ജിദ്ദ തുറമുഖത്ത് ലോജിസ്റ്റിക് സോൺ സ്ഥാപിച്ചിരിക്കുന്നത്. സൗദിയെ ഒരു ആഗോള ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. സൗദിയിൽ 22 ലോജിസ്റ്റിക് സോണുകളുണ്ട്. 2030ഓടെ ലോജിസ്റ്റിക് സോണുകളുടെ എണ്ണം 59 ഉയർത്തുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.